ചികിത്സിക്കും തോറും കൂടിക്കൂടി വരുന്ന രോഗം ഏതാണെന്നാണ് ചോദ്യം. അതിന് ഉത്തരം പ്രമേഹം, ഡയബറ്റീസ് എന്നുള്ളതാണ്. കൃത്യമായി ഹോസ്പിറ്റലിൽ പോയും ഡോക്ടറെ കാണുകയും ടെസ്റ്റ് ചെയ്യുക, അവർ പറയുന്ന മരുന്നുകളെല്ലാം ഉപയോഗിച്ചാലും നമ്മളുടെ ആരുടെയും പ്രമേഹം മാറുന്നില്ല. ഇന്ന് വരുന്ന ആരുടെയും പ്രമേഹം കുറഞ്ഞതായിട്ടും കേട്ടിട്ടില്ല. ബ്ലഡിലെ ഷുഗർ കുറയണ്ട, അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പ്രമേഹം എന്ന രോഗം കുറയുന്നില്ല. മാത്രമല്ല ഇത് ചികിത്സിക്കും തോറും കൂടി വരികയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നാണ് ചോദ്യം. നമ്മളത് കഴിഞ്ഞ് കൃത്യമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്നു. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഒരു ഗുളിക കഴിക്കുന്നു. പിന്നെ കുറെ നാൾ ചികിത്സ ചെയ്യുമ്പോൾ ഗുളിക 2 ആക്കി മാറ്റുന്നു. പിന്നെ നമ്മൾ ഗുളിക ഡോസ് കൂട്ടുന്നു. പിന്നെ നമ്മൾ ഗുളിക നിൽക്കില്ലാതെ വരുമ്പോൾ ഇൻസുലിനിലേക്ക് വരുന്നു. ആദ്യം 10 ഇൻസുലിൻ, 15 ഇൻസുലിൻ, 20 ഇങ്ങനെ കൂട്ടി വരുന്നു. അവസാനം ഇൻസുലിനും ഗുളികയും നിൽക്കില്ലാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. അതുപോലെ ആദ്യം നമുക്ക് ഷുഗർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കൈകാൽ പെരുപ്പ് തുടങ്ങി, കാഴ്ചക്കുറവ് വരുന്നു, ചിലർക്ക് ഫാറ്റി ലിവർ വരുന്നു, ചിലർക്ക് കൊളസ്ട്രോൾ വരുന്നു, ചിലർക്ക് ഹാർട്ടിന് പ്രശ്നം വരുന്നു, ചിലർക്ക് ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒട്ടേറെ പേർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ലൈംഗികശേഷി കുറഞ്ഞു പോകുന്നു. അപ്പോഴും കൃത്യമായിട്ട് ചികിത്സിക്കുന്നുണ്ട് അവര്. ചികിത്സയുടെ കുറവുകൊണ്ടല്ല, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രമേഹത്തിന് രക്ഷപ്പെടാൻ, പ്രമേഹത്തെ കുറയ്ക്കാനോ ഇല്ലാതെയാക്കാനോ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെന്ന് എനിക്ക് ഉത്തരം പറയാനുള്ളത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രമേഹം വർദ്ധിച്ചു വരുന്നത്? അതിന്റെ പ്രധാന കാരണം, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഒരു ഡയബറ്റീസ് പേഷ്യന്റ് ആയിട്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ നമ്മളുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനക്ഷമത ഒരു 80% പോയിരിക്കും. ഞാൻ പേടിപ്പിക്കാൻ പറയണതല്ല. 80% നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളിലെ ഉൽപാദന, ഇൻസുലിൻ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗിയായി തീരുന്നത്. എന്താ ഇൻസുലിന്റെ പണി? ബ്ലഡിലെ ഷുഗർ കൂടുന്നതിനെ കുറയ്ക്കലാണ്. നമ്മൾ കൃത്യമായി രാവിലെയും വൈകിട്ടും ഗുളിക കഴിച്ചോ ഇൻസുലിൻ എടുത്തോ ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് നിർത്തുന്നു. അപ്പൊ പാൻക്രിയാസിന് പണിയില്ലാതെയാവും. നമ്മളുടെ ഏതെങ്കിലും ഒരു അവയവം കുറെ നാൾ പ്രവർത്തിക്കാൻ തുടങ്ങി അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു പോകും. അത് കൈയായാലും കാലായാലും കണ്ണായാലും ഏത് അവയവമായാലും പാൻക്രിയാസിന് ഇത് തന്നെ സംഭവിക്കും. 20% ആർന്ന ബീറ്റാ സെല്ലുകള് 21, 22, 23, 24 എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ മരുന്നിന് ഡോസ് കൂട്ടി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഗുളികയിൽ നിൽക്കാതെ വരുന്നോണ്ട് ഇൻസുലിനിലേക്ക് മാറും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. ഇതിന്റെ പരിഹാരം 4 നമ്മൾ ഒന്ന് പാൻക്രിയാസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ബീറ്റാ സെല്ലുകൾ ശേഷി വർദ്ധിപ്പിക്കുക. അതിനെന്ത് ചെയ്യാൻ സാധിക്കും? അതിനൊന്ന് ചെയ്യേണ്ടത് പാൻക്രിയാസിന്റെ വർക്കിംഗ് ലോഡ് കുറയ്ക്കുക. പാൻക്രിയാസ് രോഗാതുരമാകാൻ കാരണം അതിന്റെ വർക്കിംഗ് ലോഡ് കൂടുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, അത് മുഴുവൻ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായതിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഓവർലോഡ് കൊണ്ട്, അത്യധ്വാനം കൊണ്ടാണ് പാൻക്രിയാസ് തളർന്നു പോണത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട പണി, നമ്മൾ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ കുറച്ച് ഒരു മീഡിയം കാർബിലേക്ക് വന്നിട്ട് പാൻക്രിയാസിന് വർക്കിംഗ് ലോഡ് കുറയ്ക്കുക. ആഹാരം കുറയ്ക്കാൻ ഞാൻ പറഞ്ഞില്ല, കാർബോഹൈഡ്രേറ്റുള്ള ആഹാരം കുറയ്ക്കുക. പകരം നമ്മൾ പ്രോട്ടീനും ഫാറ്റും ഒക്കെ ഉള്ള ആഹാരത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത്, ഇങ്ങനെ രോഗാതുരമായ പാൻക്രിയാസിനെ അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയ പാൻക്രിയാസിനെ നമുക്ക് പൊക്കിയെടുക്കുന്നതിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അതിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ, അതിനെ രോഗവിമുക്തമാക്കണമെങ്കിൽ, അതിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടണം, പോഷകങ്ങൾ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് വരണം. ഒരു സമീകൃത ആഹാരം, ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക്, ഒരു കംപ്ലീറ്റ് ഫുഡിലേക്ക് വരണം. അപ്പൊ പാൻക്രിയാസിന്റെ കേടായ സെല്ലുകൾ വീണ്ടും റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഓട്ടോ റിപ്പയറബിൾ ആണ്. അപ്പൊ അതിനുള്ള പടിപടിയായ മാർഗങ്ങളെ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ അതിന്റെ വർക്കിംഗ് ലോഡ് കുറച്ചു. 2, അതിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു. 3ാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ശരീരം അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസിന്റെ ഒരു 75% സ്റ്റോർ ചെയ്യുന്ന മസിലുകൾക്കുള്ളിലാണ്. അപ്പൊ മസിലുകൾക്ക് ഇടം വർദ്ധിച്ചാൽ മാത്രമാണ് ബ്ലഡിലെ ഷുഗർ കുറഞ്ഞു വരുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യും.
നടന്നാൽ മാത്രം ഷുഗർ കുറയാൻ പോകുന്നില്ല. ഒന്നും ചെയ്യാത്തതിൽ ഭേദമാണ് നടക്കലെന്ന് പറയാം. നമ്മൾ ചെയ്യണത് ശരീരത്തിന് പൂർണ്ണമായ വ്യായാമം, ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന ലഘുവായ വ്യായാമങ്ങൾ. അപ്പൊ എല്ലാ മസിലുകൾക്കും സ്റ്റിമുലേഷൻ ഉണ്ടാവും, എല്ലാ ഇന്റേണൽ ഓർഗൻസിനും പ്രവർത്തനം കൂടുതൽ ശക്തമായി നടക്കും, ഞരമ്പുകളും നാടുകളും സജീവമാകും. അങ്ങനെ ശരീരത്തെ പൂർണ്ണമായിട്ടുള്ളൊരു സജ്ജമായ അവസ്ഥയിലേക്ക് നമ്മൾ ആയാസകരമായ വ്യായാമത്തിലേക്ക് കൊണ്ടുവരും. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല, ലഘുവായ വ്യായാമങ്ങൾ. ഒരു 10 80 വയസ്സ് വരെ ചെയ്യാവുന്ന വയസ്സാൾക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങൾ. മൂന്നാമത് ചെയ്യുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്, പ്രാണായാമം ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവണം. നമ്മൾ കഴിച്ച ആഹാരം ശരീരം അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസ് വരുന്ന എല്ലാ സെല്ലുകളിലും എത്തണം. പാൻഗ്യാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ എല്ലാ സെല്ലുകളിലും എത്തണം. എങ്കിൽ മാത്രമേ അതിന്റെ മെറ്റോകോൺട്രിയയ്ക്കായിട്ട് ഊർജ്ജോൽപാദനം നടന്നിട്ട് ബ്ലഡിൽ ഷുഗർ കുറയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. പിന്നെ മറ്റൊരു ഘടകമാണ് സ്ട്രെസ്. പ്രമേഹം ചോറിനോടും ചപ്പാത്തിയോടും മാത്രം ഉണ്ടാകുന്ന രോഗമല്ല. നമ്മളുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ്, അസ്വസ്ഥത വലിയൊരു ഘടകമാണ്. അത് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യും. പ്രമേഹം നമ്മൾ വിചാരിക്കുന്ന ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും കാണുന്ന ഒറ്റമൂലി കുറച്ചാൽ മാറുന്ന പ്രമേഹം അല്ല, ഒരു രോഗമല്ല അത്. പ്രമേഹം നമ്മളുടെ ഓരോ സെല്ലുകളിലെയും മെറ്റോകോൺട്രിയ ബാധിക്കുന്ന ഒരു രോഗരാക്ഷസനാണത്, ഒരു സൈലന്റ് കില്ലറാണ്. അപ്പൊ ഇതിനെ സമീപിക്കുമ്പോൾ ആ സമഗ്രമായ സമീപനം ആവശ്യമാണ്. പിന്നെ അത്യാവശ്യം വേണ്ട ആളുകൾക്ക് ചില ഈ പ്രമേഹത്തിന്റെ ആ ഒരു റിവേഴ്സിന് ആവശ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ചില പ്ലാന്റ് മെഡിസിൻസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാസ്തവത്തിൽ 5 തരത്തിലാണ് നമ്മൾ പ്രമേഹവുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും, ശരീരത്തിലുള്ള ഇടം വർദ്ധിക്കും, പാൻഗ്യാസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അങ്ങനെ നമ്മൾ ബ്ലഡിലെ ഷുഗർ കുറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയുടെ ഡോസ് കുറയ്ക്കാൻ നമുക്ക്, നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ പലർക്കും മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കും. മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റിയ ഒരു മാർഗ്ഗം ഇത് മാത്രമേ ലോകത്തുള്ളൂ. ഇന്ന് വരെ പ്രമേഹത്തെ ഇല്ലാതെയാക്കാനോ പ്രമേഹം എന്ന രോഗത്തെ കുറയ്ക്കാനോ പറ്റിയ ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ആശുപത്രിയിൽ നിന്ന് കഴിക്കുന്ന മരുന്നൊന്നും പ്രമേഹം എന്ന രോഗത്തെ ഇല്ലാതെയാക്കാനുള്ളതല്ല, ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ളതാണ്. ബ്ലഡിലെ ഷുഗർ രോഗമല്ല, രോഗലക്ഷണമാണ്. ഡയബറ്റീസ് മെലിറ്റീസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത്. അത് കുറച്ച് രോഗമില്ലാതെ ആവാൻ പോകുന്നില്ല. രോഗം അങ്ങനെ തന്നെ നിർബാധം യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിന് പ്രായമാവുന്നതിന് ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കും, സ്വാഭാവികമായ പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് പുതിയ രോഗങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയുടെ മാർഗത്തിൽ വരികയാണ്. നാച്ചുറലായിട്ട് നമുക്ക് രോഗത്തെ പിടിച്ചു മാറ്റാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവർക്ക് സങ്കടം തോന്നാറുണ്ട്. 10, 40, 45, 50 വയസ്സായ ആളുകളൊക്കെ ഇങ്ങനെ പ്രമേഹം നിന്ന് ആശുപത്രി കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ പ്രമേഹത്തെ കുറച്ചുകൊണ്ടാൻ സാധിക്കും, മാറ്റിയെടുക്കാൻ സാധിക്കും. മരുന്നില്ല, ജീവിപ്പിക്കാനും പറ്റും. പക്ഷെ കുറെ പ്രായമായൊക്കെ അവനെ എളുപ്പമല്ലാതെ ശരീരം ആക്ട് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും. അതുപോലെ പ്രമേഹത്തിന് കൂടെ വാർദ്ധക്യം വന്നാലും ഈ അവസ്ഥയാണ്. ഒരു 10, 20, 25 വർഷമൊക്കെ ആയാലും നമുക്ക് സാധിച്ചോളുന്നില്ല. ബീറ്റാ സെല്ലുകൾ മിക്കവാറും പോയിട്ടുണ്ടാവും. അപ്പോൾ പ്രമേഹം തുടങ്ങി ഏറെ ആവാത്ത ആളുകളും ഏറെ പ്രായം കൂടാത്ത ആളുകളും എനിക്ക് പറയാനുള്ളത് വളരെ ഈസി ആയിട്ട് കുറച്ചു വിട്ടാൻ സാധിക്കും. ഇതിന് മരുന്നൊന്നും ആവശ്യമില്ല, ചികിത്സാ ചെലവ് ആവശ്യമില്ല, ഡോക്ടറും ആവശ്യമില്ല, ആശുപത്രി ആവശ്യമില്ല. ഇതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്. ഡിസോർഡറിന് മരുന്ന് ഓർഡർ ആക്കുക എന്നുള്ളത് മാത്രമാണ്, വേറൊരു മരുന്നുമില്ല. ഈ ഡിസോർഡർ വരാൻ കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽസ് ആണ്, ജീവിതശൈലി രോഗമാണ്. പട്ടി കടിച്ചിട്ടോ പാമ്പ് കടിച്ചിട്ടോ വണ്ടി ഇടിച്ചിട്ടോ ഉണ്ടാവുന്ന രോഗമല്ല പ്രമേഹം. ബാക്ടീരിയോ വൈറസോ ഫംഗസോ വരുന്ന രോഗമല്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെയും നമ്മളുടെ വ്യായാമത്തിന്റെയും പ്രശ്നമാണ് രോഗത്തിന്റെ കാരണം. ഈ 2 കാരണങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് പ്രമേഹത്തെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു മാർഗവും ലോകത്തില്ല. ഇത് പരിഹരിച്ചാൽ നിങ്ങളുടെ പ്രമേഹത്തെ കുറച്ചുകൊണ്ടാൻ സാധിക്കും, ഇല്ലാതെയാക്കാനും സാധിക്കും. ഞാനിത് 100 കണക്കിന് ആളുകൾ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ദിവസവും രാവിലെയും വൈകിട്ടും ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടത്തി വരുന്നു. പ്രധാന ടൗണുകളിലൊക്കെ നമ്മൾ ഷുഗർ റിവേഴ്സ് സഹവാസ ക്യാമ്പുകൾ നടത്തി വരുന്നു. അനവധി പേര് ഷുഗർ ഉള്ളവര്, അതുപോലെ ഷുഗർ റിലേറ്റഡ് ഡിസീസ്, നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ, ഷുഗർ മാത്രമല്ല വിഷയം, ആരോഗ്യം ധീരന്മാർക്ക് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ധീരനാവണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മാറ്റാൻ പറ്റും നിങ്ങളുടെ പ്രമേഹം.
നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞോളം 100% പേരുടെ പ്രമേയം നമുക്ക് മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്കും നമുക്ക് അവരുടെ അസ്വസ്ഥത കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. നാളെ പ്രമേഹത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന പലതരത്തിലുള്ള വിനകളെയും നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് 100% പേർക്കും ഈ നേച്ചർ ലൈഫിലേക്ക് വന്നാൽ ഷുഗറിനെ നമുക്ക് ഫലപ്രദമായിട്ട് തടയാൻ സാധിക്കും, അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഷുഗർ റിവേഴ്സിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, യാതൊരു ചികിത്സാ ചെലവുമില്ല. ആകെ വേണ്ട നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. ഷുഗർ ഒരു പാവൻ രോഗമാണ്. ഇതിനൊരു മരുന്നും ആവശ്യമില്ല, ഇതിന് ഡോക്ടറെ ആവശ്യമില്ല, ആശുപത്രി ആവശ്യമില്ല. നിങ്ങളുടെ തീരുമാനമാണ് ആവശ്യം. തെറ്റായ ലൈഫ് സ്റ്റൈലിൽ നിന്നുണ്ടായ രോഗമാണ്. എന്തുകൊണ്ട് ഞാനൊരു പ്രമേഹ രോഗിയാണെന്ന് ചിന്തിക്കുക. പ്രമേഹ രോഗിയാവാനുണ്ടായ അവസരം നിങ്ങൾ ഇല്ലാതെയാക്കുക. ആ പരിതസ്ഥിതി നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾ പ്രമേഹ രോഗിയായിരിക്കും തന്നെ ചെയ്യും. ആ പ്രമേഹത്തിന് രക്ഷപ്പെടാൻ എന്ത് വേണം? നമ്മൾ പ്രമേഹ രോഗിയായ ആ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് കാല് മാറ്റി ചവിട്ടാൻ തയ്യാറാണ്. ഇതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് ആനയിക്കാം. ഇതാണ് ഞങ്ങൾ ചെയ്തു വരണത്. ഞാൻ വെറും ചൂണ്ടുവലയാണ്, വഴികാട്ടിയാണ്. നടക്കേണ്ടത് നിങ്ങളാണ്, തീരുമാനമെടുക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ ഷുഗർ റിവേഴ്സിന്റെ രാജപാതയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.